ഹായ്. ഇപ്പൊ നിലവില് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഇന്നത്തെ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരവും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള ചോദ്യം ഇതാണ്: ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓക്കെ, ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, ദെൻ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. ഇതില് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, ദെൻ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. ഇതില് ശരിയായിട്ടുള്ളത് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 4 എന്നിവയാണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയിലാണ്, അത് ശരി തന്നെയാണ്, സംശയമൊന്നും വേണ്ട. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്, അതും ശരിയാണ്. എന്നാൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണോ ശ്രീകാര്യത്തുള്ളത്? ഓക്കെ, ശ്രീകാര്യത്തുള്ളത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം ഉള്ളത് കാസർഗോഡ് കുടിലുവിലാണ്. ഓക്കെ, കാസർഗോഡ് കുടിലുവിലാണ് ഏതുള്ളത്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഉള്ളത് കാസർഗോഡ് കുടിലുവിലാണ്. ശ്രീകാര്യത്തുള്ളത് കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ്. സോ മൂന്നാമത്തതാണ് തെറ്റ്. ദെൻ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ്. സോ ശരിയായിട്ടുള്ളത് 1, 2, 4 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അത് തന്നെയാണ് നെക്സ്റ്റ് സ്ലൈഡിൽ ഒന്നും കൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, കുരുമുളക് പന്നിയൂര്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ്. എന്നാൽ കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ്. ഓക്കെ, തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാലയുള്ളത്. ദെൻ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഞാൻ പറഞ്ഞല്ലോ, എവിടെയാണ്? തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ്. ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. അങ്ങനെയാണെങ്കിൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. ഓക്കെ, എവിടെയാണ്? കോട്ടയത്താണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉള്ളത്. എവിടെയാണ്? കോട്ടയത്താണ്. ദെൻ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, അത് നമ്മൾ പറഞ്ഞു കുടിലുവിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഉള്ളത്. അപ്പോൾ ഓർക്കുക, കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ശ്രീകാര്യത്താണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഉള്ളത്. ദെൻ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉള്ളത് എവിടെയാണ്? കോട്ടയത്താണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉള്ളത്. ദെൻ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഉള്ളത് എവിടെയാണ്? കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് എന്നറിയോ? എവിടെയാണ് നാളികേര ഗവേഷണ കേന്ദ്രം ഉള്ളത്? നാളികേര ഗവേഷണ കേന്ദ്രം ഉള്ളത് തിരുവനന്തപുരത്ത് ബാലരാമപുരത്താണ്. ഓക്കെ, നാളികേര ഗവേഷണ കേന്ദ്രം ഉള്ളത് തിരുവനന്തപുരം ബാലരാമപുരത്താണ് നാളികേര ഗവേഷണ കേന്ദ്രം ഉള്ളത്. ഇനി കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളത് എവിടെയൊക്കെയാണ്? കേരളത്തില് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളത്? കേരളത്തില് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളത് മങ്കൊമ്പ്, അതുപോലെ തന്നെ വൈറ്റില, ദെൻ കായംകുളം, പട്ടാമ്പി, ഈ സ്ഥലങ്ങളിലാണ് കേരളത്തിൽ എന്തുള്ളത്? നെല്ല് ഗവേഷണ കേന്ദ്രം ഉള്ളത്. അപ്പോൾ കേരളത്തില് നാളികേര ഗവേഷണ കേന്ദ്രം, ഓക്കെ, നാളികേര ഗവേഷണ കേന്ദ്രം ഉള്ളത് എവിടെയാണ്? തിരുവനന്തപുരം ബാലരാമപുരത്താണ് കേരളത്തില് നാളികേര ഗവേഷണ കേന്ദ്രം ഉള്ളത്. അതുപോലെ തന്നെ എന്താണ്? നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ മങ്കൊമ്പിലുണ്ട്, വൈറ്റിലയിലുണ്ട്, കായംകുളത്തുണ്ട്, പട്ടാമ്പിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളത്? കേരളത്തില്
കരിമ്പ് ഇതൊക്കെ കേരളത്തിന്റെ സ്ഥാപനങ്ങളാണ് കേട്ടോ, കേന്ദ്രത്തിന്റെ സ്ഥാപനങ്ങൾ ഇതിൽ പറയുന്നില്ല, കേരളത്തിന്റെ സ്ഥാപനങ്ങളാണ്. എവിടെയാണ് കേരളത്തിൽ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ? 2 സ്ഥലങ്ങളിലുണ്ട്, തിരുവല്ലയിലുണ്ട്, അതുപോലെ തന്നെ മേനോൻപാറയിലുണ്ട്. ഓക്കെ, എവിടെയൊക്കെയാണ് കേരളത്തിൽ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ? എവിടെയൊക്കെയാണ്? തിരുവല്ല, മേനോൻപാറ എന്നീ സ്ഥലങ്ങളിലാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളത്. കേരളത്തിന്റെ ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേരളത്തിന്റെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്, കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല, മേനോൻപാറ എന്നീ സ്ഥലങ്ങളിലാണ്. ഓക്കെ, ദെൻ ഏലം ഗവേഷണ കേന്ദ്രം, കേരളത്തിന്റെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയില് പാമ്പാടുംപാറയിലാണ്. മയിലാടുംപാറയിൽ എന്തുണ്ട്? കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രമുണ്ട്, അത് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. മയിലാടുംപാറയിൽ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രമുണ്ട്. ദെൻ പാമ്പാടുംപാറയിലാണ് ഏതുള്ളത്? കേരളത്തിന്റെ ഏലം ഗവേഷണ കേന്ദ്രം ഉള്ളത്. ദെൻ കശുവണ്ടി ഗവേഷണ കേന്ദ്രം കേരളത്തില് എവിടെയാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളത്? കേരളത്തിൽ എവിടെയാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളത്? കേരളത്തില് കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളത് ആനക്കയം, മാടക്കത്തറ എന്നീ സ്ഥലങ്ങളിലാണ്. ഓക്കെ, കേരളത്തില് കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? ആനക്കയം, മാടക്കത്തറ. ഓക്കെ, അപ്പോൾ കരിമ്പ് ഗവേഷണ കേന്ദ്രം, കേരളത്തില് കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവല്ലയിലും അതുപോലെ തന്നെ മേനോൻപാറയിലുമാണ് കേരളത്തില് കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളത്. ദെൻ അതുപോലെ തന്നെ കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം എവിടെയൊക്കെയാണ്? പാമ്പാടുംപാറയിലാണ്. കേരളത്തിന്റെ ഏലം ഗവേഷണ കേന്ദ്രമാണ്. ഇനി കേന്ദ്രത്തിന് ചോദിക്കുകയാണെങ്കിൽ അത് മയിലാടുംപാറയാണ്. രണ്ടും മാറിപ്പോകണ്ട. അപ്പൊ ചെറിയൊരു ഹിന്റ് തരാം, അതായത് കേന്ദ്രത്തിന്റെ ദേശീയ പക്ഷിയാണല്ലോ മയില്, സോ മയിലാടുംപാറയിൽ കേന്ദ്രത്തിൻ്റെത്. പിന്നെ ഒരു പ്രത്യേക പാമ്പുകളൊക്കെയുള്ള സ്ഥലമാണല്ലോ നമ്മുടെ കേരളം, അല്ലെ? അറിയാലോ. സോ പാമ്പാടുംപാറ കേരളത്തിൻ്റെത്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തു വെക്കാനും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ. ദെൻ കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ, കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് കേരളത്തിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളത്? ആനക്കയത്തും മാടക്കത്തറയിലുമാണ്. ആനക്കയത്തും മാടക്കത്തറയിലുമാണ് ഏതുള്ളത്? കേരളത്തില് കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളത്. ദെൻ കേരളത്തില് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ചൂണ്ടേലിലാണ്. ഓക്കെ, കേരളത്തിൽ എവിടെയാണ് കാപ്പി ഗവേഷണ കേന്ദ്രം? ഓക്കെ, കേരളത്തിൽ എവിടെയാണ് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വയനാട് ചൂണ്ടേലിലാണ് കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം ഉള്ളത്. ദെൻ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ് കേരളത്തില്? കേരളത്തില് പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഉള്ളത് എറണാകുളം ജില്ലയിലെ ഓടക്കാലി എന്ന സ്ഥലത്താണ്. ഓക്കെ, എറണാകുളം ജില്ലയിലുള്ള ഓടക്കാലിയിലാണ് കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഉള്ളത്. ദെൻ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പുൽത്തൈല ഗവേഷണ കേന്ദ്രം എറണാകുളം ജില്ലയിലെ ഓടക്കാലി. ദെൻ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലുണ്ട്, എറണാകുളം ജില്ലയിലെ വാഴക്കുളത്തുണ്ട്. ഓക്കെ, കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം, കേരളത്തില് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം ഉള്ളത് എവിടെയൊക്കെയാണ്? തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലും എറണാകുളം ജില്ലയിലെ വാഴക്കുളത്തുമാണുള്ളത്. ദെൻ അതുപോലെ തന്നെ സെൻട്രൽ കോക്കനട്ട് റിസർച്ച് സ്റ്റേഷൻ, സെൻട്രൽ കോക്കനട്ട് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ്, ആലപ്പുഴ ജില്ലയിൽ കായംകുളത്താണ് കേട്ടോ. അപ്പൊ കേരളത്തില് കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ചൂണ്ടേലിലാണ്, വയനാട് ജില്ലയിലെ ചൂണ്ടേലിലാണ്. ദെൻ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ഓടക്കാലിയിലാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഉള്ളത്, എറണാകുളം ജില്ലയിലെ ഓടക്കാലിയാണ്. ദെൻ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം 2 സ്ഥലത്തുണ്ട്, തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലുണ്ട്, എറണാകുളം ജില്ലയിലെ വാഴക്കുളത്തും എന്തുണ്ട്? കൈതച്ചക്ക ഗവേഷണ കേന്ദ്രമുണ്ട്. ദെൻ സെൻട്രൽ കോക്കനട്ട് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത്. സോ ഈ ആസ്ഥാനങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. ഇതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ ഒരു 70% ആസ്ഥാനങ്ങളും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ചിലത് ഫ്രഷ് ഉണ്ട്, അത് കരുതിയിട്ട് അത് ചോദിച്ചില്ലല്ലോ എന്ന് കരുതി സ്കിപ്പ് ചെയ്യേണ്ട, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ ഒരു 70% എന്ത് ചെയ്തിട്ടുണ്ട്? PSC പല പ്രാവശ്യങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ആസ്ഥാനങ്ങളാണ്. സോ ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ആസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, വിട്ടുകളയരുത്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഇതൊക്കെ പിന്നെ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ പറയാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലെ. കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. ഓക്കെ,
ഓക്കെ, കണ്ണൂർ ജില്ലയാണ് കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ജില്ല ഏതാണ് എന്നറിയോ? കണ്ടൽക്കാട് ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള, കടൽ തീരത്തിന്റെ കാര്യം മാറ്റി നിർത്ത്, ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള രണ്ടാമത്തെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള രണ്ടാമത്തെ ജില്ല അത് കോഴിക്കോടാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള രണ്ടാമത്തെ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് എന്നറിയോ? കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? ഏതാണ് കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ കമ്മ്യൂണിറ്റി റിസർവ്? നമ്മുടെ കടലുണ്ടിയാണ്. ഓക്കെ, ഏതാണ്? കടലുണ്ടിയാണ് കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ കമ്മ്യൂണിറ്റി റിസർവ് ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മറക്കണ്ട, കടലുണ്ടിയാണ് കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ കമ്മ്യൂണിറ്റി റിസർവ്. ദെൻ കേരളത്തിലെ പ്രധാനപ്പെട്ട കണ്ടൽ ഉദ്യാനങ്ങൾ, ഓൾറെഡി നമുക്ക് കടലുണ്ടി ഉണ്ട്. കടലുണ്ടിയെ കൂടാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട കണ്ടൽ ഉദ്യാനങ്ങൾ ഏതൊക്കെയാണ്? കടലുണ്ടിയെ കൂടാതെയുള്ള കേരളത്തിലെ കണ്ടൽ ഉദ്യാനങ്ങളാണ് ഏതൊക്കെയാണ്? കവ്വായി, കുഞ്ഞിമംഗലം, മംഗളവനം എന്നിവയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂര്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള രണ്ടാമത്തെ ജില്ല ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഏതാണ്? കടലുണ്ടിയാണ്. ദെൻ പ്രധാന കണ്ടൽ ഉദ്യാനങ്ങൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട കണ്ടൽ ഉദ്യാനങ്ങളാണ് കടലുണ്ടി, കവ്വായി, കുഞ്ഞിമംഗലം, മംഗളവനം എന്നിവയൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കണ്ടൽ ഉദ്യാനങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ കേരളത്തില് ഒട്ടും തന്നെ കണ്ടൽക്കാടുകൾ ഇല്ലാത്ത എത്ര ജില്ലകളുണ്ട് എന്നറിയോ? കേരളത്തില് ഒട്ടും തന്നെ കണ്ടൽക്കാടുകൾ ഇല്ലാത്ത എത്ര ജില്ലകളുണ്ട്? നമ്മൾ കടൽ തീരമുള്ള ജില്ലകൾ, കടൽ തീരമില്ലാത്ത ജില്ലകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ ജില്ലകൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നാൽ കേരളത്തിൽ കണ്ടൽക്കാടുകൾ കാണാത്ത എത്ര ജില്ലകളുണ്ട് എന്നറിയോ? കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഇല്ലാത്ത 4 ജില്ലകളാണുള്ളത്. ഓക്കെ, കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? 4 ജില്ലകളാണ്. വയനാട്, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട. അതാണ് ആ 4 ജില്ലകൾ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് കേരളത്തില് കണ്ടൽക്കാടുകൾ ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? 4 ജില്ലകളാണ്. ഏതൊക്കെയാണ്? വയനാട്, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട എന്നിവയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ കണ്ടൽക്കാട് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ കണ്ടൽക്കാട്, ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ കണ്ടൽക്കാടാണ് സുന്ദർബൻസ് ആണ്. ഓക്കെ, ഏതാണ്? സുന്ദർബൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ കണ്ടൽക്കാട് ഏത് എന്ന് ചോദിച്ചാൽ അത് മറക്കണ്ട, അത് സുന്ദർബൻസ് ആണ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള രാജ്യം ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള രാജ്യം ഏത് രാജ്യത്താണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത് ഇന്തോനേഷ്യയാണ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വരുന്നത് ഏതാണ്? ഇന്തോനേഷ്യയാണ് കേട്ടോ. അപ്പൊ കണ്ടൽക്കാടുകൾ ഇല്ലാത്ത, കേരളത്തില് കണ്ടൽക്കാടുകൾ ഇല്ലാത്ത ജില്ലകളാണ് ഏതൊക്കെയാണ്? വയനാട്, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട എന്നിവയാണ് കേരളത്തിലെ കണ്ടൽക്കാടുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ജില്ലകൾ. കേരളത്തില് കണ്ടൽക്കാടുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ജില്ലകളാണ് വയനാട്, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട എന്നിവയാണ്. ലോകത്തിലെ വലിയ നദീജന്യ കണ്ടൽക്കാട് ഏതാണ്? ലോകത്തിലെ വലിയ നദീജന്യ കണ്ടൽക്കാടാണ് ഏതാണ്? സുന്ദർബൻസ് ആണ്. ഓക്കെ, ലോകത്തിലെ വലിയ നദീജന്യ കണ്ടൽക്കാട് ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സുന്ദർബൻസ് ആണ്. കൂടുതൽ കണ്ടൽക്കാടുകളുള്ള രാജ്യം, ഓക്കെ, ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? ഇന്തോനേഷ്യയാണ്. എന്നാണ് അന്താരാഷ്ട്ര കണ്ടൽ ദിനം? അന്താരാഷ്ട്ര കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 26-ാം തീയതിയാണ് കേട്ടോ അന്താരാഷ്ട്ര കണ്ടൽ ദിനം എന്നാണ്. ഓക്കെ, അന്താരാഷ്ട്ര കണ്ടൽ ദിനം എന്ന് ചോദിച്ചാൽ എന്നാണ്? ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമാണ്. ദെൻ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനുണ്ട്, ഒരു കേരളീയനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. ആരാണത്? ആരാണ്? കല്ലേൻ പൊക്കുടനാണ്. എല്ലാവർക്കും അറിയുന്നല്ലേ, കല്ലേൻ പൊക്കുടനാണ് കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനാണ്. ആരാണ്? കല്ലേൻ പൊക്കുടനാണ്. സോ അന്താരാഷ്ട്ര കണ്ടൽ ദിനം എന്നാണ്? അന്താരാഷ്ട്ര കണ്ടൽ ദിനം എന്ന് ചോദിച്ചാൽ
ജൂലൈ 26 കേട്ടോ. ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നത്. ജൂലൈ 26. ദെൻ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായിട്ട് പ്രവർത്തിച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനാണ് ആരാണ്? കല്ലെൻ പൊക്കുടനാണ്. ഓക്കെ, കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായിട്ട് പ്രവർത്തിച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനാണ് ആരാണ്? കല്ലെൻ പൊക്കുടൻ. ഓക്കെ, ദെൻ കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം വരുന്നത്? കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം വരുന്നത്? എത്രയാണ്? 10%. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 10%. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശം വരുന്നത്. തീരപ്രദേശത്തിന്റെ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. ചില രേഖകളിൽ ഇപ്പോൾ 590 കിലോമീറ്റർ ആയിട്ടും കണക്കാക്കുന്നുണ്ട്. ഓക്കെ, കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശം വരുന്നത്. തീരപ്രദേശത്തിന്റെ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. ചില രേഖകളിൽ 590 കിലോമീറ്റർ എന്നും ഇപ്പോ പറയുന്നുണ്ട്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ എത്ര, ഇല്ലാത്ത ജില്ലകൾ എത്ര എന്ന് ചോദിച്ചാൽ ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഏതാണ്? കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കടൽ തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? 5. കടൽ തീരം ഇല്ലാത്തവയാണ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളതും ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുമുള്ള ജില്ല ഏത്? കണ്ണൂര്. അതാണ് നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാണ്? യെസ്, എല്ലാവർക്കും അറിയാം, കൊല്ലം ജില്ലയാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കൊല്ലം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല. ദെൻ കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? ചേർത്തല താലൂക്കാണ്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മളൊന്ന് പൊടിതട്ടി എടുക്കുന്നു എന്ന് മാത്രം കേട്ടോ. ദെൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവ് ഇൻ ബീച്ചും ഒന്ന് തന്നെയാണ്. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവ് ഇൻ ബീച്ചും ഒന്ന് തന്നെയാണ്. മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. ഇവിടുത്തെ നമ്മുടെ കേരള തീരത്തെ പ്രധാന വിളകളാണ് നെല്ല്, തെങ്ങ് എന്നിവയാണ് കേട്ടോ. കേരള തീരത്തെ പ്രധാന വിളകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നെല്ല്, തെങ്ങ് എന്നിവയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. ശബരിഗിരി പദ്ധതിയിലേക്ക് വെള്ളം ഉപയോഗിക്കുന്ന പത്തനംതിട്ടയിലെ പ്രധാന നദികൾ ഏതെല്ലാം? പമ്പ, കക്കി, അച്ചൻകോവില, ഇടമലയാർ. പെട്ടെന്ന് പോകുന്നോട്ടെ ആൻസർ. ശബരിഗിരി പദ്ധതിയിലേക്ക് വെള്ളം ഉപയോഗിക്കുന്ന പത്തനംതിട്ടയിലെ പ്രധാന നദികൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? പമ്പയും കക്കിയും മാത്രമേ ഉള്ളൂ. ഓക്കെ, പമ്പയും കക്കിയും മാത്രമേ ഉള്ളൂ. സോ 1, 2 എന്നതാണ് കറക്റ്റ് ആൻസർ. അതായത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ശബരിഗിരി പദ്ധതിയിലേക്ക് വെള്ളം ഉപയോഗിക്കുന്ന പത്തനംതിട്ടയിലെ പ്രധാന നദികളാണ് പമ്പ, കക്കി. 1, 2 എന്നിവയാണ്. നമുക്കറിയാം കേരളത്തിലെ നിലവില് ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. പുതിയ പദ്ധതികളൊക്കെ പണി നടക്കുന്നുണ്ട്. സോ വരും കാലങ്ങളിൽ ഇതൊക്കെ സ്ഥാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാൻ പോവാണ്. ഓക്കെ, പക്ഷെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ ഏറ്റവും വലുത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി, ഏറ്റവും വലിയ രണ്ടാമത്തത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് നിലവിൽ ഏത്? ശബരിഗിരി പദ്ധതിയാണ്. പമ്പ, കക്കി എന്നീ നദികളിലെ വെള്ളമാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് അല്ലെ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായിട്ട് പറയുന്നത്. ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹകരിച്ചിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമില്ലേ? ഏത് രാജ്യമാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹകരിച്ചിട്ടുണ്ടായിരുന്ന രാജ്യം?
ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹകരിച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണ്? കാനഡയാണ്. ഓക്കെ, ഏതാണ്? കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹകരിച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കാനഡയാണ്. ദെൻ ഇതിന്റെ പവർ സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ എവിടെയാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൂലമറ്റത്താണ് കേട്ടോ. എവിടെയാണ് ഇതിന്റെ പവർ സ്റ്റേഷൻ ഉള്ളത്? മൂലമറ്റത്താണ്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഓക്കെ, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഇതിന്റെ നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണ്? കാനഡയാണ് കേട്ടോ. ഇതിന്റെ നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ടായിരുന്ന രാജ്യമാണ് കാനഡ. ദെൻ ഇതിന്റെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൂലമറ്റത്താണ്. ഓക്കെ, എവിടെയാണ് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? മൂലമറ്റത്താണുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം കൂടെയാണ് ഈ മൂലമറ്റം പവർ സ്റ്റേഷൻ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും ഇല്ലേ? ഈ മൂലമറ്റം പവർ സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം കൂടെ. ഏതാണ്? ഈ മൂലമറ്റം പവർ സ്റ്റേഷൻ തന്നെയാണ്. ഇനി കേരളത്തില് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണുള്ളത്? കേരളത്തില് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? കേരളത്തില് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതികളാണ് മണിയാറ്, കുത്തുങ്കല്, ഉള്ളുങ്കൽ എന്നിവയൊക്കെയാണ് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ. ഓക്കെ, കേരളത്തില് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതികളാണ് മണിയാറ്, കുത്തുങ്കല്, അതുപോലെ തന്നെ ഉള്ളുങ്കൽ. ഓക്കെ, ഇതില് ആദ്യത്തേത് ഏതാ? മീൻസ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി യെസ്, അത് മണിയാറാണ്. ഓക്കെ, ഏതാണ്? മണിയാറാണ് കേട്ടോ. ഏതാണ്? മണിയാറാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. ദെൻ ഏറ്റവും വലുത് ചോദിക്കുകയാണെങ്കിൽ, സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത് ചോദിക്കുകയാണെങ്കിൽ അത് കുത്തുങ്കലാണ്. രണ്ടും മാറിപ്പോകണ്ട. അപ്പൊ സ്വകാര്യ മേഖലയിൽ മൂന്നെണ്ണാണുള്ളത്. അതിൽ ആദ്യത്തേത് മണിയാറ്. ദെൻ ഏറ്റവും വലുത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കുത്തുങ്കലാണ്. മാറിപ്പോകരുത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് കണ്ടെത്തുക. പറഞ്ഞോ, ഏതാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം? എല്ലാവർക്കും അറിയാം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഒന്നും ആരും മാറ്റാൻ പോകുന്നില്ല, പെരിയാർ. എന്താണ് ഈ വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞാൽ? എന്താണെന്നറിയോ? എന്താണ് വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞാൽ? എന്താ? ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകളെയാണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ കേരളത്തില് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ളത് ഏത് ജില്ലയിലാണ് എന്നറിയോ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ളത്. ദെൻ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം എത്രയാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം വരുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് നമ്മൾ പറഞ്ഞു. ശരിയാണ്. ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 777 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, എത്രയാണ്? 777 ചതുരശ്ര കിലോമീറ്റർ. പല ആളുകൾക്ക് അവിടെ കൺഫ്യൂഷൻ വരും. ചില ആളുകൾ 925 അല്ലേന്ന് ഓർക്കും, ചില ആളുകൾ 382 അല്ലേന്ന് ഓർക്കും. അപ്പൊ ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തുവെക്കുക. ഇടുക്കി ജില്ലയിലുള്ള ഈ പെരിയാർ വന്യജീവി സങ്കേതത്തെ നമ്മൾ വന്യജീവി സങ്കേതമായിട്ടും കടുവ സങ്കേതമായിട്ടും നാഷണൽ പാർക്കായിട്ടും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. സോ ഈ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം ചോദിക്കുകയാണെങ്കിൽ അത് 777 ചതുരശ്ര കിലോമീറ്റർ ആണ്. ആ സ്ഥാനത്ത് കടുവ സങ്കേതത്തിന്റെ, പെരിയാർ കടുവ സങ്കേതത്തിന്റെ വിസ്തീർണമാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പൊ 925 ചതുരശ്ര കിലോമീറ്റർ പറയണം. ആ സമയത്ത് പെരിയാർ ദേശീയോദ്യാനത്തിന്റെ വിസ്തൃതിയാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ 382 ചതുരശ്ര കിലോമീറ്ററും പറയണം. അത് മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിൽ ആകെ എത്ര വന്യജീവി സങ്കേതങ്ങൾ ഉണ്ടെന്ന് അറിയോ? കേരളത്തിൽ ആകെ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്?
കേരളത്തിലെ ആകെ 18 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. ഓക്കെ, കേരളത്തിലെ ആകെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 18 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത്. ഓർത്തു വെക്കുക. അപ്പൊ കേരളത്തിലെ ആകെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18 ആണ്. ദെൻ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ളത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ളത്. എത്ര ഉണ്ട്? ടോട്ടൽ 18 ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ് പറഞ്ഞു. സോ ഇടുക്കി ജില്ലയിൽ എത്ര വന്യജീവി സങ്കേതങ്ങളാണ് ഇടുക്കി ജില്ലയിലുള്ളത്? 4 വന്യജീവി സങ്കേതങ്ങൾ. ഈ 18-ൽ 4 എണ്ണവും എവിടെയാണ്? ഇടുക്കിയിലാണുള്ളത്. ദെൻ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തൃതി, നമ്മുടെ ചോദ്യം അതായിരുന്നു, ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം നമ്മൾ പറഞ്ഞു പെരിയാറാന്ന് പറഞ്ഞു. സോ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചാൽ 777 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തൃതി വരുന്നത് എത്രയാണ്? 777 ചതുരശ്ര കിലോമീറ്റർ ആണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തൃതി വരുന്നത്. ഓക്കെ, ഈ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിന്റെ പഴയ പേര് എന്തായിരുന്നു? നിലവിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ പഴയ പേര് എന്തായിരുന്നു? പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. ഓക്കെ, ഇത് നിലവിൽ വന്ന സമയത്ത് ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന പേരാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇത് നിലവിൽ വന്ന സമയത്താണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. സോ ഏത് വർഷമാണ് ഇത് നിലവിൽ വന്നത്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ ഇത് നിലവിൽ വന്നിട്ടുള്ളത് ഏത് വർഷമാണ്? യെസ്, 1934-ലാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ ഇത് നിലവിൽ വന്നിട്ടുള്ളത്. ദെൻ ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതും ഏതിനെ തന്നെയാണ്? പെരിയാറിനെ തന്നെയാണ് തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പെരിയാറിന്റെ മറ്റു പഴയ പേരാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. 1934 ഇത് നിലവിൽ വന്ന സമയത്ത് ഇത് അറിയപ്പെട്ട പേരാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് സ്ഥാപിക്കുന്ന സമയത്ത് 1934-ലാണ് ഇത് സ്ഥാപിക്കുന്നത്, അല്ലെ? അപ്പൊ 1934 ഇത് സ്ഥാപിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ്, അതായത് അന്ന് രാജഭരണമാണ്, ആ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി 1934 സ്ഥാപിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓക്കെ, ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇത് നിലവിൽ വരുന്ന സമയത്ത് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആയിരുന്നത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ദെൻ പിന്നീട് ഇതിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ, 1934 ഇത് വന്യജീവി അല്ല, ഒരു നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിലാണ്. സോ ഇതിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമായിരുന്നു? പെരിയാറിന്റെ, അങ്ങനെയാണ് പെരിയാർ എന്നുള്ള പേരൊക്കെ വന്നത്. ഓക്കെ, ഏത് വർഷമായിരുന്നു ഇതിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്? യെസ്, 1950-ലാണ് ഇതിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് സ്ഥാപിതമായ സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓക്കെ, ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഇത് സ്ഥാപിതമായ സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നത്. ദെൻ ഇത് വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 1950-ലാണ് ഇത് വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. 1950-ലാണ്. ഓക്കെ, ദെൻ ഇത് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ ഏത് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? പീരുമേട് താലൂക്കിലാണ്. ഓക്കെ, എവിടെയാണ്? പീരുമേട് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്ന. താലൂക്ക് ഏതാണ്? പീരുമേട് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പെരിയാർ വന്യജീവി സങ്കേതത്തില് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമുണ്ട്. ഇപ്പോഴും തർക്കമാണ്. തമിഴ്നാട് പറയുന്നു അത് ഞങ്ങളുടേതാണ് എന്ന് പറയുന്നു, കേരളം പറയുന്നു അത് നമ്മുടേതാണ് എന്ന് പറയുന്നു. സോ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഈ പെരിയാർ വന്യജീവി സങ്കേതത്തില് അതിർത്തിയോട് ചേർന്ന്. ആ ക്ഷേത്രമാണ് ഏതാണ്? മംഗളാദേവി ക്ഷേത്രമാണ് കേട്ടോ. ഓക്കെ, ഏതാണ്? മംഗളാദേവി ക്ഷേത്രമാണ്. അപ്പം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പീരുമേട് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രം, ഈ വന്യജീവി സങ്കേതത്തിന്റെ അകത്ത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രമാണ് ഏതാണ്? മംഗളാദേവി ക്ഷേത്രമാണ്. മറക്കണ്ട, മംഗളാദേവി ക്ഷേത്രം. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞു 1934 ഗെയിം സാങ്ച്വറി വന്നു. 1950 അത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് മാറി. സോ ഇത് നാഷണൽ പാർക്ക് ആയിട്ട് മാറിയത് ഏത് വർഷമാണ്? പെരിയാർ വന്യജീവി സങ്കേതം നാഷണൽ പാർക്ക് ആയിട്ട് മാറിയത് ഏത് വർഷമാണ്?
യെസ്, 1982 ഓക്കെ. പെരിയാർ വന്യജീവി സങ്കേതം നാഷണൽ പാർക്കായിട്ട് മാറിയത് ഏത് വർഷമാണ്? 1982. അതുപോലെ തന്നെ ടൈഗർ റിസർവും കൂടെയാണ്. ഇതിന് ടൈഗർ റിസർവ് എന്ന പദവി ലഭിച്ചത് ഏത് വർഷമാണ്? അതായത് 1934 ഗെയിം സാങ്ച്വറി ആയിട്ട് നിലവിൽ വരുന്നു, 50 വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന പദവി കിട്ടുന്നു, 82 നാഷണൽ പാർക്ക് പദവി കിട്ടി. ദെൻ ടൈഗർ റിസർവ് പദവി കിട്ടിയത് ഏത് വർഷമായിരുന്നു? 1978. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ആയിരുന്നു. ഇന്ത്യയിൽ എത്രാമത്തെ ആയിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ആയിട്ടാണ് ഇത് മാറിയത്. ഇന്ത്യയിലെ 10ാമത്തെയും ടൈഗർ റിസർവ് ആയിരുന്നു. ഓക്കെ, അപ്പം ദേശീയോദ്യാനമായിട്ട് മാറിയത് പെരിയാർ ദേശീയോദ്യാനമായിട്ട് മാറിയത് ഏത് വർഷമാണ്? 1982 പെരിയാർ ദേശീയ ഉദ്യാനമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ദെൻ അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് മാറി. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പെരിയാർ മാറി ഏത് വർഷമാണ്? 1978 കേരളത്തിലെ ആദ്യത്തെ കടുവ സങ്കേതമായിട്ട് ഇത് മാറിയത്. ദെൻ ഇന്ത്യയിലെ 10ാമത്തെ കടുവ സങ്കേതം കൂടെയായിരുന്നു കേട്ടോ. ഇവിടെ പ്രോജക്ട് എലഫന്റ് നടപ്പിലാക്കുന്നുണ്ട്. ഏത് വർഷമാണ് ഈ പ്രോജക്ട് എലഫന്റ് പദ്ധതിക്ക് കീഴിൽ ഇതിനെ കൊണ്ടുവന്നത്? പെരിയാർ വന്യജീവി സങ്കേതത്തെ പ്രോജക്ട് എലഫന്റ പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവന്നത് ഏത് വർഷമാണ്? അറിയോ? 1992. അതുപോലെ തന്നെ ലോക ബാങ്കിന്റെ ബക്കർലിപ്പ് പദ്ധതിയിൽ, ഓക്കെ, ലോക ബാങ്കിന്റെ ബക്കർലിപ്പ് പഠന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലോക ബാങ്കിന്റെ ബക്കർലിപ്പ് പഠന പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ സങ്കേതമാണ് പെരിയാർ. ദെൻ പ്രോജക്ട് എലിഫന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് ഏത് വർഷമാണ് പ്രോജക്ട് എലിഫന്റിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 1992 ഇതിനെ പ്രോജക്ട് എലിഫന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ? ഇന്നത്തെ നമ്മുടെ ചോദ്യവും ഉത്തരവും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങ് വാരി വലിച്ചിടുകയല്ല, എല്ലാം വേണ്ട കാര്യങ്ങൾ മാത്രമാണ് റിലേറ്റഡ് ഫാക്ട്സിൽ ഇട്ടത്. അതുകൊണ്ടാണ് ലിമിറ്റ് ചെയ്തുകൊണ്ട്, ക്ലാസ് ടൈം ലിമിറ്റ് ചെയ്തുകൊണ്ട് എടുക്കുന്നത് കേട്ടോ. കാരണം ഈ പറയുന്നതെല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. ഒന്നും വേണ്ടാത്തതായിട്ട് ഇതിലൊന്നും പറയുന്നില്ല, പറയുന്നതെല്ലാം വേണ്ടതാണ്. അതുകൊണ്ടാണ് ആ അരമണിക്കൂർ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒഴിവാക്കാനൊന്നുമില്ല. ആ അരമണിക്കൂറിലും വേണ്ടത് എല്ലാം ഒരു 90% ചോദിക്കുന്ന സംഭവങ്ങളാണ്. സോ ഒന്നും മിസ് ചെയ്യരുത് കേട്ടോ. സോ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. See you.